ദൈവ തിരുനാമം പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 23-ാമത്തെ വാക്യം. മാറായിൽ എത്തിയപ്പോൾ മാറയിലെ വെള്ളം കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന പേരിട്ടു. ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ അവരെത്തിയ ഒരു പ്രദേശമാണ് മാറ. മാറയുടെ പഴയ പേര് ഹൊവാറ എന്നാണ്. ഇസ്രായേൽ ആ സ്ഥലത്തിന് മാറ എന്ന പേരിട്ടു. ജീവിത അനുഭവങ്ങളുടെ ബന്ധത്തിലാണ് വേദപുസ്തകത്തിലെ പല സ്ഥലങ്ങൾക്കും പേര് മാറി വന്നിരിക്കുന്നത്. മാറ നമുക്ക് നൽകുന്നത് കയ്പുള്ള അനുഭവങ്ങളാണ്. കയ്പുള്ള അനുഭവങ്ങൾ എത്ര നേരിട്ടാലും പതറാതെ സിയോൻ യാത്ര തുടരുവാൻ ദൈവമക്കൾക്ക് കഴിയണം. ഒരു വിശ്വാസിക്ക് ധൈര്യം പകരാനാ ഹൊവാറ മാറയായി മാറിയത്. ഒരു വിശ്വാസി ഈ വഴിയായി കടന്നു പോകേണ്ടി വരുമെന്നും ഇനിയും ഈ വഴി യാത്ര ചെയ്യുന്നവർ പിറുപിറുക്കരുതെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതിനാലാണ് ഇത് ഇവിടെ എഴുതി ചേർത്തത്. മാറ വരുമ്പോൾ പിറുപിറുക്കിയല്ല വേണ്ടത്, പിന്നെയോ വിശന്നിരിക്കുവാനും ദാഹിച്ചിരിക്കുവാനും മരുഭൂമിയിലെ വെയിലിൽ തളരാതെ യാത്ര ചെയ്യുവാനും ആവശ്യമായ ദൈവശക്തി കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് നാം പ്രാപിക്കണം. ആ സാഹചര്യം മാറയെ മധുരമാക്കുവാൻ നമുക്ക് ഇടയാക്കി തരും. നമ്മൾ പാടാറുണ്ടല്ലോ, മരുഭൂ പ്രയാണം ഇതിൽ മാറയും ദുരിതവും ഏറിടുമ്പോൾ, മനം തകർന്ന് തളർന്നിടുമ്പോൾ മമനാഥൻ ബലമായി നമ്മോട് കൂടെയുണ്ട്. രണ്ടാമത് അവരെത്തിയ പ്രദേശമാണ് ഏലീം. ഇസ്രായേലിന്റെ അടുത്ത താവളമാണല്ലോ. അവിടെ 12 നീരുറവുകളും 70 ഈന്തപ്പനക്കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. സീനായി ഭൂപ്രദേശത്തെ പ്രസിദ്ധമായ ഒരു മരപ്പച്ചയാണ് ഏലീം എന്ന് പറയുന്നത്. 12 നീരുറവകൾ 12 ഗോത്രങ്ങൾക്കായി വിഭജിച്ചു നൽകി. 70 ഈന്തപ്പനക്കൂട്ടങ്ങൾ 70 ഗോത്ര തലവന്മാർക്കും കൂടാരമടിപ്പാൻ അളവ് നൂലിട്ടു. ഇത് ദൈവം തന്റെ മക്കൾക്ക് മുൻകരുതിയതാണ്. മാറ ദാരിദ്ര്യമാണെങ്കിൽ ഏലീം സമൃദ്ധിയാണ്. ഒരു മാറ കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. മുമ്പോട്ട് യാത്ര ചെയ്യുന്നവർക്ക് മാത്രമേ ഏലീമിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയുള്ളൂ. ഒരല്പം ക്ലേശം നേരിടുമ്പോൾ ഇനിയൊരു നല്ല കാലം ഉണ്ടാകുകയില്ലെന്ന് പറയുന്ന പലരെയും നമുക്കറിയാം. എന്നാൽ ക്രിസ്തീയ ജീവിതം ഉയർച്ചയുടെയും താഴ്ചയുടെയും അനുഭവങ്ങളാണ്. സമൃദ്ധിയുടെയും ദാരിദ്ര്യത്തിന്റെയും ദിനങ്ങളായിരിക്കും. രോഗത്തിന്റെയും ആരോഗ്യത്തിന്റെയും നിമിഷങ്ങളാകാം. പതറിപ്പോകരുത്. മാറയിൽ കൂടെ നമ്മെ നടത്തുന്ന ദൈവം ഏലീമിൽ എത്തിക്കുവാനും വിശ്വസ്തനാണ്. മാറയിൽ പിറുപിറുക്കാതെയും ഏലീമിൽ മതിമറക്കാതെയും തങ്ങളെ യാത്ര തുടർന്ന ഒരു ചെറിയ കൂട്ടം ഇസ്രായേൽ ജനത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനി മോശയായിരുന്നു. ഓരോ പ്രശ്നങ്ങളും നേരിടുമ്പോൾ ഓടിപ്പോകും, കവിഴു വീണ് ദൈവസന്നിധിയിൽ നിന്ന് കൃപ പ്രാപിക്കും. ജനം തന്റെ നേരെ വിരൽ ചൂണ്ടുമ്പോഴെല്ലാം മോശ സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തും. അവിടെയെല്ലാം ദൈവം മോശയ്ക്ക് പരിഹാരം നൽകിയതായി കാണുവാനായി സാധിക്കും. മാറയിലും ഏലീമിലും ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ. 1, ഇല്ലായ്മയിൽ ദൈവത്തെ പരീക്ഷിക്കരുത്, പിറുപിറുക്കരുത്. ജീവിതത്തിൽ ഇല്ലായ്മകൾ വന്നേക്കാം. എന്നാൽ അത്തരം പ്രതിസന്ധികൾ പിറുപിറുക്കാതെ കഷ്ടതയിൽ കരം പിടിച്ചു നടത്തുവാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിക്കണം. 2, സമൃദ്ധിയിൽ അല്ലെങ്കിൽ ഏലീമിൽ ദൈവത്തെ മറക്കാതിരിപ്പാൻ സൂക്ഷിക്കുക. സമൃദ്ധി കാണുമ്പോൾ ദൈവത്തെ മറക്കരുത്. 10 നിറയെ വിളവുകൾ നിറഞ്ഞപ്പോൾ ദൈവത്തെ മറന്ന ഒരു ധനവാനെ കുറിച്ച് ബൈബിൾ പറയുന്നത് മൂഢൻ എന്നാണ്. സമൃദ്ധിയിലും ദൈവത്തെ മറക്കാത്ത മാതാപിതാക്കളുടെ ദൈവത്തെയാണ് നമ്മുടെ തലമുറ മക്കൾ അന്വേഷിക്കുന്നത്. 3, ജാഗ്രതയോടെ ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുക. ദൈവത്തോടുള്ള അനുസരണമാണ് ഭക്തന്റെ സ്നേഹത്തിന്റെ അളവുകോൽ. അതുകൊണ്ട് ജാഗ്രതയോടെ ദൈവത്തെ അനുസരിച്ച് സ്നേഹിച്ച് മാനിച്ചു മുന്നേറുവാൻ ദൈവകരങ്ങൾ നമ്മെ സമർപ്പിക്കാം. ദൈവം അതിനിടയാക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രഭാതത്തിൽ തന്നെ വിലയേറിയ വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. മാറയിൽ അല്ലെങ്കിൽ ഇല്ലായ്മയിൽ ദൈവത്തെ പരീക്ഷിക്കാതെ, പിറുപിറുക്കാതെ, സമൃദ്ധിയിൽ ദൈവത്തെ മറക്കാതെ ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും സഹായിച്ചാട്ട് കർത്താവേ. ഞങ്ങളെ നടത്തുന്ന വഴികൾക്കായി നന്ദിയോടെ സ്തോത്രം. കോവിഡ് കാലയളവ് കൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കൊരു ഏലീം അങ്ങ് ഒരുക്കിയിരിക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. വിശ്വാസ കണ്ണാലെ ഞങ്ങളത് കാണുകയാണ്. ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തിയാട്ടെ.
വചനം ശ്രവിച്ച എല്ലാവരോടും കൂടെ ഇരുന്നാട്ട് കൃപയാൽ നിറച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി.